ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ കളഞ്ഞിട്ട് പോയാലുണ്ടല്ലോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഫസ്റ്റിനെ മോൾ അലക്കുകയാണ്. ഫസ്റ്റിനൊക്കെ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും ട്രിപ്പ് പോയില്ല. ഇതൊരു വലിയ ട്രിപ്പ് ഒന്നുമല്ല, നമ്മളൊരു കുഞ്ഞു ട്രിപ്പ്. പ്രധാന കാരണം ഗൈസ്, നമ്മുടെ ഇവിടെ ഫുൾ മഴയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഫുൾ മഴയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവാണ്. ബൈക്ക്, കാറല്ല, ബൈക്ക് അല്ല. നമ്മൾ ചെറിയൊരു ട്രിപ്പാണെന്ന് ആദ്യമേ മെൻഷൻ ചെയ്തായിരുന്നു. സോ നമുക്ക് മനസ്സിലായി, അഡ്വഞ്ചർ പാർക്ക് ആയിരിക്കും. അപ്പൊ നമ്മുടെ ചെറിയ ട്രിപ്പ് തുടങ്ങാൻ പോവാണ്. നമ്മുടെ വണ്ടി ഇവൾ കണ്ടിട്ടില്ല. സോ നമ്മൾ ഇവളെ വണ്ടി കാണിക്കാൻ കൊണ്ടുപോവാണ്. കം ഓൺ. പുതിയ വണ്ടി മേടിച്ചാ റെഡി അല്ലേ? അപ്പൊ ട്രിപ്പ് പോകുമ്പോ പറഞ്ഞിട്ടുണ്ട്, എവിടെ പോയതെന്ന് പറഞ്ഞൂടാ. എന്നാലും നമുക്ക് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യാം. ബിക്കോസ് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പൊ ബൈക്കിന്റെ ഔട്ട്ഫിറ്റ് വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് റൈഡിംഗ് ഔട്ട്ഫിറ്റുകൾ ഇട്ടതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കുഞ്ഞു ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. സോ നമുക്ക് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയാലോ? അപ്പൊ ഓക്കെ, ബൈ. അപ്പൊ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷന്റെ പകുതി, ഏകദേശം നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. കൊറേ നേരം ഇരുന്ന് എന്റെ കുട്ടിയൊക്കെ വേദനിച്ചു ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിച്ച എന്തെങ്കിലും കഴിക്കാന്ന്. ഇപ്പൊ സമയം ഏകദേശം 1 മണിയൊക്കെ. അവർക്ക് വിശന്നുകൊണ്ടാണ് കഴിക്കാന്ന് പറഞ്ഞത്, കൊണ്ടുവേദനിച്ചോണ്ടല്ല. എനിക്ക് രണ്ടിനും റെസ്റ്റ് വേണം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടു. ഉടനെ വേറെ ഒന്നും നോക്കില്ല, വേറെ തീരുമാനിക്കാൻ ഒന്നില്ല, ആലോചിക്കാൻ ഒന്നില്ല. നമ്മൾ ഇവിടെ നിർത്തി. അപ്പൊ കഴിച്ചാലോ? അങ്ങനെ വയറിറച്ച് ഫുഡും കഴിച്ച് വണ്ടിയിൽ കുറച്ച് എണ്ണ അടിച്ച് ഞങ്ങളൊരു ഷോർട്ട് കട്ട് പിടിച്ചു. ഷോർട്ട് കട്ട് ചെയ്യുന്ന അവസാനിച്ചത് വഴിയുടെ അവസാനമായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ട്രിപ്പ് ഇപ്പൊ അവസാനിച്ചിരിക്കുന്നതാണ്ട്. ഇവിടെ ഒരു വഴി അവസാനിച്ചു. ഇത്രയും നേരം ഗൂഗിൾ മാപ്പിന് സഹായമില്ലാതാണ് വന്നത്. ഇനി ഗൂഗിൾ മാപ്പിനെ വിളിക്കാം. പിന്നെയാണ് ഞങ്ങൾ ആ സത്യം അറിയുന്നത്. ഷോർട്ട് കട്ട് പിടിച്ച് വന്നപ്പോ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെ പോകണം ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ല ഗൈസ്. നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് കുഞ്ഞ ഡെസ്റ്റിനേഷൻ പൊന്മുടിയായിരുന്നു. അടിപൊളിയാണെന്നാണ് ഞാൻ റീൽസിലൊക്കെ കണ്ടത്. നമ്മളിപ്പോ ഹെയർ പിന്നൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്റെ മോനെ കിടിലെന്ന് വെച്ചാൽ കിടിലം. മുകളിൽ നമ്മളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മേളിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, എന്റെ പൊന്നെ, അവിടെ എത്തിയപ്പോ ക്ലൈമറ്റ് കണ്ട് ഞാൻ ഞെട്ടി. എടാ ഞാനില്ലേ, ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ ശരിക്കും പറഞ്ഞ ഗൈസ്. ഞാൻ 5 കൊല്ലം പഠിച്ച തിരുവനന്തപുരത്ത്. ഞാൻ ഇങ്ങനെ ഇതിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല. അയ്യോ, ഒരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ. അത് ഈ ക്ലൈമറ്റ് തന്നെ വരണം. കാരണം കഴിഞ്ഞ വട്ടം ഞാനും ഉമ്മയും ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഫുൾ വെയിലും പൊടിക്കാറ്റ് വരുന്നു. ഞാനും ഒരു തവണ എന്റെ കസിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പത്തേക്കും ഭയങ്കര മഴയായിരുന്നു. കണ്ണു തുറക്കാൻ പറ്റുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചു പോയി. ടൈമിൽ വന്ന നമ്മൾ പൊന്മുടിയുടെ മെയിൻ സ്ഥലത്ത് തിരികെയാണ്. നമ്മൾ എൻട്രൻസിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ താഴോട്ട് അടിവാരത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനിവിടെ എത്ര വട്ടം വന്നിട്ടുണ്ട്, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവള് വന്നപ്പോ മഴയും കാറ്റും വരുന്നുണ്ട്. മെയിൻ എൻട്രൻസിന്റെ അവിടെ വന്നിട്ട് കുറച്ച് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേ ഇവിടെ കാലി കുറെ കൊളാറ്റുകൾ കാണും. സോ നമ്മൾ ഇപ്രാവശ്യം ഭയങ്കര ജാഗ്രതയായിട്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പുല്ലുകളെല്ലാം ഇങ്ങനെ കിടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇവിടെ പൊന്മുടി എന്ന് പേര് വന്നത്. അതുകൊണ്ടാണ്. ഇതാണ് സത്യമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇപ്പോഴാണെങ്കിൽ ഒരു 3 മണിയായോള്, ഒരു 5 മണി 4-5 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ക്ലൈമറ്റ് വരാൻ പോകുന്നത്. അടുത്ത് നിൽക്കുന്ന നിന്നെ ഇനി കാണാൻ പറ്റത്തില്ല. എന്നെ കളഞ്ഞിട്ട് പോയാലുണ്ടല്ലോ. ഇവിടെ കാണാൻ പറ്റില്ല, ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടെ റേഞ്ച് ഇല്ല. സോ ഇവിടെ വിളിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ആ കാണുന്നിടത്ത് വെയിലുണ്ട്, അതാണ് അവിടെ വെട്ടം. നമ്മൾ നമ്മുടെ അമ്മാമ്മയുടെ അടുത്തൊന്ന് മേടിച്ച തെരളിയാണ്. നമുക്കത് അൺബോക്സ് ചെയ്ത് കഴിക്കാം. വലുതെനിക്ക്. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ, പിന്നെ അപ്പോഴല്ലേ നമുക്ക് തെരളി കഴിക്കാം. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ മലയിൽ നിന്ന് നമ്മൾ കുറേ എൻജോയ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റീലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തു. അത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു കോട വരാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് കോട വന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മടുത്തു. അതുകൊണ്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ചായ കുടിക്കാൻ ഒരു സ്പോട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ കാര്യം കണ്ട് ഞാൻ ഞെട്ടിയത്. നിങ്ങൾക്ക് പോകും. ഇതിനകത്തുണ്ടെന്ന് തോന്നട്ടവ. നമുക്ക് ഹോട്ടലിൽ പോയൊന്ന് തപ്പ.
പ്രാവശ്യം ഭയങ്കര ജാഗ്രതയായിട്ടാണ് നടക്കുന്നത്.